ഹലോ ഗേസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അതാണ് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ അല്ലേ കേട്ടോ. എന്നുണ്ടല്ലോ നമ്മൾ ഐഷുവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പേർഷ്യൻ കാറ്റിനെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മളൊരു പേർഷ്യൻ കാറ്റിൻ്റെ കുട്ടിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് കളറിൽ ഒന്നിനെയാണ് കൊടുത്തത്, പെണ്ണിനെയാണ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അവർ നല്ല വലുതായിട്ടുണ്ട്, നല്ല കളി ഇതൊക്കെയാണ് കേട്ടോ. പുറത്തൊക്കെ എങ്ങാനും വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറൂല. അപ്പോൾ ഞാൻ അങ്ങനെ പുറത്തൊക്കെ അധികരിച്ചും വിടലില്ല കേട്ടോ, ഉള്ളിൽ തന്നെയാണ് ഇടയിൽ. അപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ, നല്ല കളിയും ബോൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരാളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോയതൊക്കെ ഭയങ്കര റിസ്ക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിലേക്കല്ല, അവർ വീട്ടിൽ വിരുന്ന് വന്നേന് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോലെ നിൽക്കുന്നിടത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ പിന്നെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഒരു രാവിലെ പോകുമെന്ന് പറഞ്ഞപ്പോൾ മുപ്പരയൊക്കെ രാവിലെ കൊണ്ടുപോയി കൊടുത്തിട്ടോ, പാക്കൊക്കെ ആക്കിയിട്ട്. അപ്പോൾ അതിന് പാക്കാക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നല്ല കളി ഇതൊക്കെയാണ്. ഞാൻ പിന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടോ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൂട്ടത്തിൽ നിന്നിങ്ങനെ നോക്കി പ്രസവം കഴിഞ്ഞ് നോക്കി വളർത്തി വലുതാക്കി പെട്ടെന്ന് പോകുമെന്ന് അറിയുമ്പോൾ അവൾക്ക് അത്ര കരച്ചിലും ഐശ്വര്യന് അത്ര കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ മൂന്നെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഓല് ആട്ടിങ്ങനെ പിന്നെ ഓല് അടുത്തുനിന്നൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രക്ക് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കി വലുതാക്കി കൊണ്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ മക്കൾ പോകണ മാതിരിക്ക് തന്നെയാണ്. ഭയങ്കര സങ്കടം പ്രശ്നങ്ങളൊക്കെ ഒരു ഇടങ്ങേറൊക്കെ ഉണ്ടായിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതുണ്ടല്ലോ രാത്രി നമ്മൾ പിന്നെ ഒരാളെ കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷമാണ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുളിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്, പിന്നെ അതേമാതിരിക്ക് തന്നെ അവർ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ആ ബെല്ലൈക്കനും അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇങ്ങനെ ചളി കുറച്ചായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയമൊക്കെ നമ്മൾ പുറത്ത് വിടലുണ്ട്, ഇട്ടൊന്ന് ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചളി പിടിച്ചതാണ് കേട്ടോ. വെള്ളമാകുമ്പോൾ വേഗം അറിയും ചളിയും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിട്ടോ. മറ്റേതാണെങ്കിൽ അത്രക്ക് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുളിപ്പിക്കുകയാണ്, വെള്ളം ചൂടാക്കിയതിന് ശേഷമാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ഒരു അങ്ങോട്ടും ഓടിയിട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും തണുപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീരെ നിൽക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ചൂടാക്കി കുറഞ്ഞ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ അത് അവരെ തൊപ്പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നനഞ്ഞ് കിട്ടാൻ തന്നെ നല്ല സമയം പിടിക്കും കേട്ടോ. നല്ല പിന്നെ തൊപ്പ അങ്ങനത്തെ നല്ല രോമം കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ആവാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലോ ഷാമ്പും അവർക്കുള്ള ഒരക്കല്ല പിന്നെ ചണ്ണി അങ്ങനത്തെ ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഷാമ്പൂ തേച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കും, ഒരു 5-10 മിനിറ്റ് ഒന്ന് വെക്കും കേട്ടോ. എന്നിട്ടാണ് കുളിപ്പിക്കൽ. അപ്പോൾ പിന്നെ കുറേയൊക്കെ വെള്ളം നനച്ച് കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തലഭാഗത്തൊക്കെ നമ്മൾ അവസാനം മാത്രമേ കഴുകുള്ളൂ, ഒരു ചെവിയിലേക്ക് വെള്ളം കയറുമെന്ന് വിചാരിച്ച് അവസാനം ഇങ്ങനെ ചിലപ്പോൾ നനച്ച് തോത്തിയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കുളിപ്പിച്ച് പരിചയമുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ മുഖത്ത് ഇങ്ങനെ ചെവി പൊത്തിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകുകയാണ് ചെയ്യുക. അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വല്ലാതെ ഉരച്ചിട്ടൊന്നുമില്ല, ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ വല്ലാതെ ഉരച്ചതാക്കിയിട്ടൊന്നുമില്ല. ഷാമ്പു തേച്ച് കുറച്ച് സമയം മാത്രം വെച്ചിട്ടേ ഉള്ളൂ, എന്നിട്ട് അങ്ങനെ കുളിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, ഞങ്ങളെയും കുളിപ്പിക്കുക എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് രാത്രിയാണ് കേട്ടോ കുളിപ്പിക്കണമെന്നതൊക്കെ. ഒരു രാവിലെ ഒരു 6:30 ആകുമ്പോഴേക്കും തന്നെ അവിടേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ കുന്നുന്ന സ്ഥലത്ത് കേട്ടോ. അപ്പോൾ മോളെ കുറഞ്ഞൊരു കുടുംബമുണ്ട്, അപ്പോൾ നമ്മൾ അവിടേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് രാവിലെ. മുപ്പരൊക്കെ ജോലിക്ക് പോയപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ പോയതാണ് കേട്ടോ. അന്നാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. മഴയത്ത് പിന്നെ നമ്മൾ പെട്ടിയിലൊക്കെ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വല്ല അവിടെ നിന്ന് പിന്നെ അതിൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എല്ലാം കുളിപ്പിച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിന്നെ ഉണക്കി കിട്ടാനാണ് കേട്ടോ പ്രയാസം. കുളിപ്പിക്കാൻ എന്താണെന്ന് വെച്ചാൽ ചുടുവെള്ളമാണെങ്കിൽ അത്രക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. മറ്റേ നമ്മൾ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കുമ്പോഴാണ് അവർക്ക് വേറെ ഒരു പിന്നെ ഓട്ടം ചാട്ടം വാസി ഇതൊക്കെ കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തോർത്തിട്ട് നല്ല കോട്ടൻ്റെ മുണ്ട എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം തോർത്തി കൊടുക്കുക ആദ്യം, എന്നിട്ട് നമ്മൾ ഉണക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കുളിപ്പിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിപ്പിച്ച് ഒക്കെ സെറ്റാക്കി കൊടുന്ന് നല്ല ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം രാവിലെ പാക്ക് ചെയ്തതാണ്. അവർ പിന്നെ രാത്രിനെ പാക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ നീച്ചേക്ക് ഞാൻ മുപ്പരാക്കിയമ്മയുടെ പോകാൻ സമയത്തായപ്പോൾ പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉണക്കാനൊന്നും നിന്നില്ല, അവർ ഭയങ്കര ഓട്ടവും ചാട്ടവും കളിയൊക്കെ ആയിരിക്കും, കുട്ടികളും കൂടെയല്ലേ, അപ്പോൾ തീരെ നിൽക്കൂല കേട്ടോ. പിന്നെ നമ്മൾ ബെൽറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല, നമ്മൾ കെട്ടിയിട്ട് കണ്ട് അങ്ങനെ ഇതാക്കാനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഉണക്കി സെറ്റാക്കി പിന്നെ നമ്മളൊരു കോട്ടൻ്റെ തുണിയിൽ വെച്ച് കടത്തിയതാണ് ചെയ്ത്. പിന്നെ അവരങ്ങനെ നക്കി തോത്തി അങ്ങനെ ഉണക്കിയോളൂ കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ഉണക്കി കൊടുക്കുക എന്നല്ലാതെ. അപ്പോൾ അങ്ങനെ വാർന്നുകാണ്ടുണ്ടല്ലോ, അങ്ങനെ വാർന്നിങ്ങനെ നമ്മൾ ഉണക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ.
ഒരു രോമമുണ്ടല്ലോ ഒരുപാട് തൊപ്പിയും കാര്യങ്ങളും ഉണ്ടാവുക, ഉണങ്ങാനാണ് പ്രയാസം ഉണ്ടാവുക കേട്ടോ. പിന്നെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ തൊപ്പിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, ഒരു ഉള്ളൊന്നും തീരില്ല, ആകെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഐശുവിനൊക്കെ കുളിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ അവൾ തന്നെയാണോ എന്ന് വിചാരിച്ചു, അത്രക്കും മാറ്റമായിരിക്കും കേട്ടോ. നമ്മൾ കുളിപ്പിക്കുമ്പോൾ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അവളെ കുളിപ്പിക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വാർന്നൊക്കെ സെറ്റാക്കി റെഡിയാക്കി എടുക്കും കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ റൗണ്ടിലൊക്കെ കട്ട് ചെയ്ത് എക്സ്ട്രാ പിന്നെ തൊപ്പ് വന്നൊക്കെ ഷേവ് ചെയ്യുക അങ്ങനത്തെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടിയല്ലേ, അപ്പോൾ ഒന്നും എല്ലാം ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ മറ്റുള്ളവരിങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഈ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ ഉണ്ടല്ലോ പെട്ടി പാക്ക് ചെയ്യുകയാണ്. നമ്മൾ ഹോൾസൊക്കെ ഇട്ടിട്ട് ഇത്തരം പെട്ടിയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. പിന്നെ അവരവിടെ ചെന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു ബാസ്ക്കറ്റ് വാങ്ങി ടേക്ക് ഇടായിരിക്കും ചെയ്യട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തീറ്റ ഒരു കീസിനും കുറച്ച് തീറ്റ ഞാൻ അതിൻ്റെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അവൾ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഭയങ്കര വിഷമവും കാര്യങ്ങളായിരുന്നു കേട്ടോ എനിക്ക്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശ്വാസം കിട്ടുമോ, ഞാൻ അങ്ങനെ പുറത്ത് ചാടുമോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അവർ പറയാം ഒന്നും ആവില്ല, അങ്ങനെ ആവില്ല. ഞാൻ പറയാം പുറത്ത് ചാടും, എങ്ങനത്തെ പെട്ടിയിൽ നിന്നൊക്കെ പുറത്ത് പോകും എന്നൊക്കെ ഞാൻ പറയട്ടോ. പിന്നെ അവർ നല്ലൊരു പെട്ടി വാങ്ങിയിട്ട് അയക്കിടുകയാണ് ചെയ്തത്. പെട്ടെന്നായപ്പോൾ ഒന്നും സെറ്റാക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ മൂപ്പരൊക്കെ ഇങ്ങനെ ഹോൾസൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചത് ഇനി. അപ്പോൾ ഇതാ ഒരാൾ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളടുത്തൊന്നും അല്ലല്ലോ, കാണാനും ഇതിനും പറ്റില്ലല്ലോ. അപ്പോൾ അതാണില്ലേ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴേലും പോകുമ്പോൾ അടുത്തൊക്കെയാണ് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യാമല്ലോ. അത് തമിഴ്നാട്ടിലേക്കൊന്നും നമ്മൾ പോകില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു വിഷമം ഉണ്ടായി കേട്ടോ. അപ്പോൾ കുറച്ച് കുറവ് വിഷമവും കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊടുത്തിട്ട് ഒരാഴ്ചയൊക്കെ ആയി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ നല്ല പിന്നെ രാവിലെ പോയിട്ട് രാത്രിക്ക് എത്തുള്ളൂ. അതോളം അവൾ ഇങ്ങനെ കുറേ പെട്ടി കിടന്നു. പിന്നെ അവസാനം അവർ മടിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടോ. അങ്ങനെയൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എത്തിയിട്ടൊരു വീഡിയോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കൂടി ഇതിലുണ്ട്. അപ്പോൾ അതാ പെട്ടി കെട്ടുന്നതും കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വോയിസ് എടുക്കണില്ല, കുറഞ്ഞ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയൊന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ അവളുണ്ടല്ലോ സേഫായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമീനു കാരണം അവിടെ എത്തുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടിയിലും അതേമാതിരി തന്നെ അവൾ കൂട്ടത്തു നിന്നൊക്കെ പോകുമ്പോൾ കരച്ചിലാവുമല്ലോ, എൻ്റെ പിന്നാലെ അങ്ങനെ നടക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറ്റിച്ചിട്ട് അതിൽ ചോറൊക്കെ കൊഴിച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ കഴിക്കണതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും പേടി എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തു നിന്ന് പോകുമ്പോൾ കരഞ്ഞ് അവരെ ശല്യപ്പെടുത്തുമോ, അതോ ഞാൻ പിന്നെ പെട്ടിയിൽ നിന്നൊക്കെ പോകും അങ്ങനത്തെ ഒക്കെ തോന്നലുണ്ടായിന്. അപ്പോൾ ഞാൻ അവിടെ എത്തിയേക്കിനുണ്ടല്ലോ, പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് വിടുകൊണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടില്ല, മോളെടുത്തില്ല എത്തിയ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ നല്ല സ്നേഹിക്കണ നല്ല ആളിൽ തന്നെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പെട്ടി ഇതാണ് കേട്ടോ. പെട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.